ഹായ്, ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭൻ്റെ മണ്ണിലാണ്. നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കാണുക എന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹവുമായിരുന്നു. അതിനിന്ന് സമയമായി എന്ന് തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ടൂറായി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറന്നുപോയി. പഴയ തിരുവനന്തപുരവും പുതിയ തിരുവനന്തപുരവുമായി ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി. തിരുവനന്തപുരം വളരെ തിരക്ക് പിടിച്ചൊരു നഗരമാണ്. ഇവിടെ പോയാലും ട്രാഫിക്കും തിരക്കുമാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് പൂവാറിലുള്ള ബോട്ട് സർവീസ് ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ നിറഞ്ഞ അതിമനോഹരമായൊരു റോഡ്. ഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങളുടെ യാത്രയിൽ എവിടെയും മഴ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞങ്ങൾ 2 ദിവസം ഉണ്ടായ ആ 2 ദിവസം രാത്രി മാത്രമാണ് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉള്ളതായിരുന്നു. ഇവിടെ നിന്നാണ് ബോട്ട് സർവീസ് തുടങ്ങുന്നത്. കൈരളി എന്ന പേരുള്ള ഒരു ബോട്ട് സർവീസിലേക്കാണ് ഞങ്ങൾ പോയത്. ബോട്ട് സർവീസിൻ്റെ ചാർജുകളും കാര്യങ്ങളുമാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഒരാൾക്കാണെങ്കിൽ മിനിമം 2500 രൂപയും പിന്നെ വരുന്ന ഓരോ ആൾക്കാർക്ക് 550 രൂപ അങ്ങനെ എന്തോ ആണ്. ഞങ്ങൾ ടോട്ടൽ 7 പേരാണ് ഉണ്ടായത്. ഇവൻ കുട്ടികൾക്കടക്കം ടിക്കറ്റ് എടുക്കണം. കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. റീസെൻ്റായ ഒരുപാട് അപകടത്തിന് ശേഷമായിരിക്കാം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി. ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ. ഇനി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ബോട്ടിലാവാമെന്ന്. ബോട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ അങ്ങനെ വെറുതെ ബോട്ടിൽ പോയി തിരിച്ചു വരുമെന്നാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ ഇത് ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു. കുറേ കാടിൻ്റെ ഇടയിലൂടെ ഈ കാണുന്ന വഴികൾ, 2 വശത്തും ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ കാണുമെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. സ്പീഡ് ബോട്ടൊന്നുമല്ല, വളരെ പതിയാണ് ബോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയൊന്നുമില്ല. എല്ലാവർക്കും ധൈര്യമായി വരാം. രണ്ട് മണിക്കൂറിൻ്റെ നമ്മൾക്ക് ഏകദേശം 6000 രൂപയാണ് വന്നത്. എന്താ ഫോറസ്റ്റിന്റെ പേരെന്താ പറഞ്ഞത്? ഈ ബോട്ട് യാത്രയ്ക്കിടയിൽ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉറങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല തണുത്ത കാറ്റും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ കണ്ണ് തുറന്നു പിടിക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
മീൻ പിടിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരുപാട് വലിയ കൊക്കുകൾ. ഇതിനൊന്നും പേര് പറയാൻ എനിക്കറിയത്തില്ല. ആ മീനിനെ വേട്ടയാടാൻ നിൽക്കുന്നത്. ഇവിടെ മീനുണ്ടോ അച്ഛാ? ഇവിടെ മീനുണ്ടോ? അതിൻ്റെ ഇടയിൽ ഒരാൾ വെള്ളത്തിൽ കക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തത്? അത് പിടിച്ചോ, വാങ്ങിച്ചോ. കാണുവാനായി എവിടെയും ബിസിനസ് കാണാം. ഇളനീർ കച്ചവടമാണ് അതിൻ്റെ ഇടയിൽ. കുട്ടികൾ ശരിക്കും ആസ്വദിച്ചു. ക്യാപ്റ്റൻ അവരെ വിളിച്ച് കുറച്ച് ഡ്രൈവ് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ ബോട്ടിൻ്റെ കൺട്രോൾ കുട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ബോട്ട് വളരെ പതിയെ പോകുന്നത് കൊണ്ട് തന്നെ ആരും ഓടിച്ചാലും വലിയ അപകട സാധ്യതയൊന്നും ഇല്ല. പിന്നെ ക്യാപ്റ്റൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവരൊന്ന് ചെന്നിരുന്നിട്ട് കുട്ടികൾ ഓടിക്കുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കേരള തമിഴ്നാട് ബോർഡറും കൂടിയാണ്. നമ്മൾ ഏകദേശം തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തെത്തിയിട്ടാണ് തിരിഞ്ഞ് പോകുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, പറ്റുകയാണെങ്കിൽ ഇതൊന്ന് അനുഭവിക്കണം. അത്രയും ഭംഗിയായിട്ടുണ്ട്. ചൂടില്ല, നല്ല കാറ്റ്. ഇത് കടലും കായലും കൂടുന്നൊരു ഭാഗം. അതിനെന്താ എലിഫൻറ്റ് റോക്സോ അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ കാണിച്ച കല്ലിൻ്റെ പേര്. ആനയുടെ ഷേപ്പാണെന്ന് പറയുന്നു. അവിടെ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് സമയം നിർത്തി ഞങ്ങൾ ആ ബീച്ച് കാണാൻ പോയി. നല്ല ഒരു ബീച്ചാണ്. പക്ഷേ ഇന്ന് മഴക്കാലമായതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരയും കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരെയും ഇറങ്ങാൻ സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല. അതും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിൻ്റാണ്. കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. അവിടെ ഒരുപാട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് കാണാം. നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ കയറി ഭക്ഷണം കഴിക്കാം. ഞങ്ങളെന്തായിട്ടും അവിടെ പോയിട്ടില്ല. സമയം ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങളുടെ ബോട്ട് സർവീസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമ കാണാനുള്ള യാത്രയിലാണ്.
വിഴിഞ്ഞത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം കാണാൻ തന്നെ നല്ല രസമാണ്. ബിഗ്ഗസ്റ്റ് ശിവ സ്റ്റാച്യു എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 58 ഫൂട്ട് അല്ല, ഏകദേശം 18 മീറ്ററോളം ഹൈറ്റിലാണിതുള്ളത്. അമ്പലത്തിൻ്റെ കളറുകളും കൊത്തുപണികളും ഒക്കെ നല്ല രസമാണ് കാണാൻ. ശിവൻ്റെ പിറകുവശം കടലാണ്.